ജൂതന്മാരും കേരളവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. BC 970 മുതൽ സോളമൻ ചക്രവർത്തിയുടെ വാണിജ്യ കപ്പലുകൾ കേരളത്തിലെത്തിയതു മുതൽ ആ ബന്ധം ആരംഭിക്കുന്നു. കൊടുങ്ങല്ലൂർ, പാലയൂർ, ഏഴിമല, മാള തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അവർ ആദ്യം താമസം ഉറപ്പിച്ചത്. 1685 ആസ്റ്റർഡാമിൽ നിന്നും ഒരു ജൂത പ്രതിനിധി കേരളത്തിലേക്ക് പുറപ്പെടുകയുണ്ടായി. ഇവിടുത്തെ ജൂതന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുകയും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഡി പൈവ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പൈവ കേരളത്തിലെ എല്ലാ ജൂത കോളനികളും സന്ദർശിച്ചു. അവരുടെ ജീവിത രീതികളും ആചാര അനുഷ്ഠാനങ്ങളുമൊക്കെ വിശദമായി പഠിച്ചു. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദമായൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയുണ്ടായി. 1687 ആ റിപ്പോർട്ട് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആസ്റ്റർഡാമിൽ നിന്നും കേരളത്തിലെത്തിയ ജൂത പ്രതിനിധിക്ക് വലിയ സ്വീകരണമാണ് അന്ന് ലഭിച്ചത്. 1686 കൊച്ചിയിലായിരുന്നു പൈവയും സംഘവും കപ്പലിറങ്ങിയത്. കേരളത്തിന്റെ മണ്ണിലിറങ്ങിയ പൈവ ഇപ്രകാരം രേഖപ്പെടുത്തി: കേരളത്തിലുള്ള എന്റെ സഹോദരങ്ങളെ കാണുകയും അവരോടൊത്ത് ചെലവഴിക്കുകയും ചെയ്യുക എന്നത് എന്റെ ജീവിതാഭിലാഷമായിരുന്നു. 1682 നവംബറിലാണ് ആ ഭാഗ്യം എനിക്ക് ലഭിച്ചത്. കൊച്ചിയിൽ എത്തിയതു മുതൽ മടങ്ങിപ്പോകുന്നതുവരെ ഞങ്ങൾക്ക് ലഭിച്ച സ്നേഹബഹുമാനങ്ങൾക്ക് അതിരില്ലായിരുന്നു. പൈവ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: കൊച്ചിയിലെ ജൂതന്മാരെല്ലാം ഒരേ തെരുവിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ആ തെരുവ് ജൂത തെരുവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ പിതാമഹന്മാരൊക്കെ ജീവിച്ചതുപോലെ തന്നെയായിരുന്നു കേരളത്തിലെ ജൂത സഹോദരന്മാരുടെ ജീവിതവും. കേരളത്തിലേക്കുള്ള ജൂതന്മാരുടെ കുടിയേറ്റത്തെക്കുറിച്ച് പൈവ തന്റെ പുസ്തകത്തിൽ വിശദമായി വിവരിക്കുന്നു. ഇസ്രയേൽക്കാരായ 70,000-ൽ അധികം വരുന്ന ഒരു സംഘം മലബാറിലെത്തി. ജൂതർക്ക് വളരെ നല്ല സ്വീകരണമാണ് കേരളം നൽകിയത്. ഇവിടുത്തെ ചേര രാജാവ് കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ ഒരു ഭാഗം ഇവർക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ജൂത നേതാവായിരുന്ന ജോസഫ് റംബാനെക്കുറിച്ച് പൈവ വിശദമായി പ്രതിപാദിക്കുന്നു. കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും ജൂതന്മാരോട് നല്ല സഹകരണമാണ് പുലർത്തിയത്. എങ്കിലും പോർട്ടുഗീസുകാരുടെ വരവോടെ ഇതിന് മാറ്റമുണ്ടായി. തങ്ങളുടെ കച്ചവട താൽപര്യങ്ങൾക്ക് ജൂതന്മാർ തടസ്സമായി തീരും എന്ന് പോർട്ടുഗീസുകാർ കരുതുകയും ചെയ്തു. പോർട്ടുഗീസുകാരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നതോടുകൂടി കൊടുങ്ങല്ലൂരിലെ ജൂതന്മാർ കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയി. അതിലൊരു വിഭാഗം കൊച്ചിയിലെത്തി. കേശവരാമവർമ്മ രാജാവിന്റെ അടുത്തെത്തി. ആ രാജാവ് തന്റെ കൊട്ടാരത്തിന് സമീപമായി ഒരു തെരുവ് അവരുടെ താമസത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ സ്ഥലത്താണ് 1567 ജൂതപ്പട്ടണവും 1568 അതിമനോഹരമായ ജൂതപ്പള്ളിയും സ്ഥാപിച്ചത്. പോർട്ടുഗീസുകാർക്ക് കൊച്ചിയിൽ സ്വാധീനം വർദ്ധിച്ച കാലത്ത് അവർ ജൂതന്മാരെ ആക്രമിക്കുവാൻ തുടങ്ങി. വ്യാപാരികളായ ജൂതന്മാരെ തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 1622 ഡച്ചുകാർ കൊച്ചി ആക്രമിച്ചപ്പോൾ ജൂതന്മാർ ഡച്ചുകാർക്കൊപ്പം നിന്നു.